ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരം വന്ന് അവിടെ നിന്നിട്ട് അടുക്കളയിലോട്ട് വന്ന് എന്നിട്ട് ചായയൊക്കെ വെച്ചു. ഇന്ന് പുട്ടും പയറുണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. പുട്ടിന് ഞങ്ങളിവിടെ ഇങ്ങനെയാണ് പൊടി വാട്ടുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കും. എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് ശീലമൊന്നുമില്ല, അതിൻ്റെ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. അങ്ങനെ പയർ അതിൻ്റെ ഇടയിൽ വേവിക്കാൻ വെച്ചു. അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. ചായ രാവിലെ എല്ലാവർക്കും നിർബന്ധമാണ്. അതിപ്പോൾ അങ്ങ് തിളച്ചു. പുട്ട് എന്നിട്ട് അങ്ങനെ കട്ട കുത്തിയെങ്കിലും നമ്മളത് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. അപ്പോൾ പുട്ട് നല്ലത് ഫൈനായിട്ട് കിട്ടും. പിന്നെ നമ്മളത് പയർ കറി വെക്കാൻ പോവാണ്. ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അങ്ങനെ അങ്ങ് വെളിച്ചെണ്ണയിലിട്ട് നമ്മളങ്ങനെ മൂപ്പിച്ചിട്ടെടുക്കും. എന്നിട്ട് പുട്ട് റെഡിയായി. അത് കഴിഞ്ഞ് നമ്മളത് വേഗം ഇന്നിപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ വേഗം ആക്കാനൊന്നുമില്ല. നമുക്ക് റിലാക്സ് ചെയ്ത് പതുക്കെ ചെയ്താൽ മതി. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ്, ആരും അന്വേഷിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ അത് മൂപ്പിച്ചിട്ട് വെറുതെ മുളക് പൊടിയിട്ട്, അതാണ് നമ്മുടെ ചെറുപയർ കറി. അങ്ങനെയാണ് വെക്കണേ. ഉള്ളിയും മുളകും മൂപ്പിക്കുക, എന്നിട്ട് ഇച്ചിരി മുളക് പൊടി ഇടുക, എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് വെക്കുക. ഇപ്പം നമ്മുടെ പുട്ടും പയറൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് റെഡിയായി. പിന്നെ കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ആയി. അതൊക്കെ വേഗം കഴുകി വെച്ചു. പിന്നെന്താ അത് കഴിഞ്ഞ് ഞാൻ പിള്ളേരെ വിളിക്കാൻ വേണ്ടി റൂമിലോട്ട് വന്നപ്പോൾ അവരുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ ആട്ടത്. ജനലേന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ. ഈ വ്യൂ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഞാൻ കുറച്ച് നേരം നോക്കി. അപ്പുറത്തൊരു കാടാട്ടോ, അത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഞങ്ങളുടെ ബെഡ്റൂമായത് വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വിരിച്ചൊക്കെ ഇട്ടു. അതാണ് ഇന്നത്തെ